പൂച്ചയ്ക്കാണോ പട്ടിക്കാണോ അല്ലെങ്കിൽ അപ്പൂസിനാണോ മാക്സിനാണോ ബുദ്ധി കൂടുതലെന്നറിയാനുള്ള നമ്മുടെ വക ഒരു ചെറിയ പരീക്ഷണമാണേ. രണ്ടുപേരുടെയും ലോകശത്രുവാണ് പല്ലി. ഇപ്പം നമ്മളൊരു കളിപ്പാട്ടം പല്ലിയെ വാങ്ങിച്ച് തറയിലിട്ട് കൊടുത്തു. ഇടാത്ത താമസം എന്ത് അപ്പൂസ് ചാടി വീണ് അതിനെ ആക്രമിക്കാൻ തുടങ്ങി. മാക്സ് ആണെങ്കിൽ ഇതേ തിരിഞ്ഞു പോലും നോക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പല്ലിയുടെ അനക്കം കണ്ടാൽ കുരച്ച് ബഹളം വെച്ച്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഭിത്തിയിലൊക്കെ അങ്ങ് കയറാനൊക്കെ നോക്കി അവന് ഈ വീട് തിരിച്ചു വെക്കുന്നവനാണ്. അവനത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവൻ ഇത്രയും ദൂരെ ഇരുന്നുകൊണ്ട് ഇതെങ്ങനെ മനസ്സിലാക്കി? കളിപ്പാട്ടം ആയതുകൊണ്ട് അതിൻ്റെ ജീവനുള്ള പല്ലിയുടെ മണം കിട്ടുമായിരിക്കും ചിലപ്പോൾ, അല്ലേ? അപ്പോൾ പൂച്ചയ്ക്ക് മണം കിട്ടൂലേ? പിന്നെ 100 സംശയങ്ങൾ ബാക്കി. അപ്പൂസാണെങ്കിലോ ആഹാ, അത് ഒറിജിനൽ പല്ലിയാണെന്നുള്ള രീതിയിൽ കിടന്ന് കടിക്കുന്നു, കളിക്കുന്നു. അപ്പൂസ് മാക്സിന് യാതൊരു താല്പര്യവും ഇല്ല. നീ എന്താ വേണേ കാണിക്കുന്നു പറഞ്ഞ് മൈൻഡ് പോലും ചെയ്യാതെ അവനവിടെ ഇരിപ്പുണ്ട്. അവനിപ്പം അതിനെ ഏതായാലും കടിക്കുന്നുണ്ട്, എന്തൊക്കെയോ. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് ഇവരെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കിയൊക്കെ കാണിക്കാം ഭിത്തിയിൽ. അപ്പം ചിലപ്പോൾ മാക്സ് പിടിക്കാൻ വന്നാലോ, ഭിത്തിയിലൊക്കെ പല്ല് കയറുന്നതായിട്ട് കാണിച്ചാൽ. അവനെപ്പോഴും ഈ ഭിത്തിയെ പല്ലി ഇരിക്കുന്നതല്ലേ കാണുന്നത്. അങ്ങനെ കാണിച്ചിട്ടും മാക്സ് വരുന്നില്ല. അപ്പൂസ് ചാടി പിടിച്ചതാണ്ട് വലിച്ചെടുത്ത് അവനത് സ്വന്തമാക്കി. പക്ഷേ ഇവിടെ വേണ്ട ഒരുത്തൻ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. അതിൽ പൂച്ചകൾക്ക് പേരുദോഷം വരുത്താനായിട്ട് ഈ മണ്ടൻ അപ്പൂസ് ആ പല്ലിയും കൊണ്ട് കളിയോടെ കളിയാണ്. നോക്കിക്കോണേ, അങ്ങനെ ന്യൂ ഇയറിൽ ഇവന് ബുദ്ധിയില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെന്തോ ചെയ്യണം? ഇവൻ വലിയ ആളാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു എല്ലാവരും. നാണക്കേടായിപ്പോയി. അതുകൊണ്ട് അവൻ ആ ചവിട്ടിയെ കൊണ്ടുവച്ച് കളിക്കുന്നു. അങ്ങനെ പരീക്ഷണത്തിൽ മാക്സ് വിജയിച്ചിരിക്കുന്നു.